ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. അപ്പോൾ എൻ്റെ പാർട്ട് 2 കാണണ്ടേ. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് എന്താ മേക്കപ്പ് വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എൻ്റെ സ്കിൻ നല്ല പ്ലപ്പി ആയി. ഐ എം സോ റെഡി ഫോർ മേക്കപ്പ്. ഞാൻ അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. പക്ഷെ അഥവാ എനിക്ക് മേക്കപ്പ് ചെയ്യണം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നിപ്പോ ഒരു ചെറിയ ഷൂട്ട് ചെയ്യാനായിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കിട്ടുന്ന ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇൻവിസിബിൾ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ ബൈ ലാക്മി. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, മറ്റേതൊക്കെ തീർന്നിരിക്കുക. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കുറച്ചെടുത്തിട്ട് എൻ്റെ പാമ്പിൽ കുറച്ച് തേക്കും. ഇത്രയേ തേക്കുള്ളൂ. പിന്നെ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് അതും കൂടി കുറച്ച് പാമ്പിലോട്ട് ഇടും. അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യും. ഇതാട്ടോ എൻ്റെ പണി. ഞാനങ്ങനെ, എനിക്ക് ഓവർ ഫൗണ്ടേഷൻ ഇടുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കേക്കി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. അത് കാരണം ഇതുണ്ട്, എൻ്റെ സ്കിന്നോട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഫൗണ്ടേഷൻ എടുക്കും, പക്ഷെ ഫൗണ്ടേഷൻ മോയ്സ്ചറൈസറിൻ്റെ കൂടെ കണ്ണിൻ്റെ പുറത്തും കണ്ണിൻ്റെ താഴെയും ഒക്കെ യൂസ് ചെയ്യും. എന്നിട്ട് കൈകൊണ്ടങ്ങ് ബ്ലെൻഡ് ചെയ്യും. അപ്പൊ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓവർ ഫൗണ്ടേഷനും അല്ല. ബിക്കോസ് എൻ്റെ മുഖത്ത് കുറെ വാട്സപ്പ് പ്രായത്തിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ഹൈഡ് ഇറ്റ് ഓണസ്റ്റ്ലി. എനിക്ക് ആ ഒരുപാട് കേക്കി ഫീലിംഗ് ഇഷ്ടമല്ല. ഐ ലൈക്ക് ആ ഒരു ബ്രീതബിൾ സ്കിൻ ഫീലിംഗ് ആണ് എനിക്കിഷ്ടം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻ ഇടുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഇതേ ഉള്ളൂ എൻ്റെ ഫൗണ്ടേഷൻ ഇടില്ല, നോട്ട് മോർ ദാൻ ദാറ്റ്. ഇനിയും ഞാൻ എൻ്റെ ഐബ്രോസ് നിങ്ങൾ കണ്ടോ, രണ്ട് രീതിയിലായിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഐബ്രോസ്, ഐ ഡോണ്ട് ലൈക്ക് മൈ ഐബ്രോസ്. പക്ഷെ എന്ത് ചെയ്യാനാ. ബട്ട് അത് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് പാക്കറ്റ്. ഇപ്പം ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ കണ്ണട ഇടേണ്ടി വരും. ഐബ്രോ പെൻസിൽ, ബ്രോ ബെറ്റർ, ഏത് കമ്പനിയിലാന്ന് എഴുതിയിട്ടില്ലല്ലോ. മാസിന്റെ ആട്ടോ, മെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മാസ് എന്ന്. എന്നിട്ട് ഞാൻ അത് മാത്രം വായിക്കാണ്ട് ഗോയിങ് റൗണ്ട് മാസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ മാസിന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എനിക്ക് 2 എണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. ബിക്കോസ് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരെണ്ണം തീരാറായി കണ്ടോ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രോ പെൻസിലാണ്. ഞാനിതൊന്ന് ലൈറ്റ്ലി ഷാർപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, ഇത്രേ ഷാർപ്പൺ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ comb it down. ഞാൻ ഇത് മാറ്റട്ടെ, എനിക്ക് പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് മുകളിലത്തെ ലൈന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ചെറിയ സ്ട്രോക്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്യും. എനിക്ക് കണ്ണട മാറ്റിക്കഴിഞ്ഞാൽ വലിയ പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ഈ കണ്ണട ഇട്ടുകൊണ്ട് ഞാൻ എത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനേ ഒരു സൈഡ് ഫില്ല് ചെയ്തിട്ട് കാണാം. ബിക്കോസ് എനിക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. എൻ്റെ കണ്ണട ഇട്ടിട്ട് മിറർ നോക്കിയിട്ട്
അപ്പൊ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ചില്ലി കൊടുത്തിട്ട് ഈ സൈഡ് ആദ്യം ഇവിടുന്ന് തുടങ്ങരുത്, അതൊരു മാതിരി വല്ലാത്ത ഐബ്രോസ് ആയിപ്പോവും. പിന്നെ ബ്രൗൺ ആണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കും. അപ്പൊ ഞാനൊന്ന് ചെയ്തിട്ട് കാണിക്കാം. എന്നിട്ട് താഴത്തെ സൈഡും പിന്നെ ഇവിടെ ഈ താഴെയും കൂടി ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അത്രയും ഞാൻ ചെയ്യാറില്ല. എന്നിട്ട് ഇത് വെച്ചിട്ട് കോമ്പ് ചെയ്യും. അപ്പൊ ഇത് ഈ സൈഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്റെ ആ സ്പൂളി ബ്രഷ് വെച്ചിട്ടൊന്ന് കോമ്പ് ചെയ്ത് അതൊന്ന് ഈവൺ ഔട്ട് ചെയ്യും. ഇങ്ങനെയാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഐബ്രോ കണ്ടോ, ഇത് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തുടച്ച് മാറ്റും, ക്ലീൻ ആയിരിക്കും. ഈ സൈഡ് കണ്ടോ ആയിട്ടില്ല, ഈ സൈഡായി, ഈ സൈഡായിട്ടില്ല. ഈ സൈഡും കൂടി ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ജസ്റ്റ് ഈ സൈഡും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഇവൺ ഔട്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ നോക്കും. സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഐബ്രോസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കൂടുതലാന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ദിസ് ഈസ് വാട്ട് ഐ ഡു വിത്ത് മൈ ഐബ്രോസ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണും എൻ്റെ കുറച്ച് പ്രശ്നത്തിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണിന് കുറച്ചൊരു പ്രശ്നം വന്നിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എൻ്റെ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതും. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു ഹൈലൈറ്റ്. എൻ്റെ കണ്ണിന് ഒരുപാട് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷെ എന്നാൽ ഐലൈനർ യൂസ് ചെയ്തെങ്കിൽ ഒരുമാതിരി ബ്ലേഡ് ആയിരിക്കും. അത് കാരണം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ കണ്ണിൻ്റെ താഴെ നല്ലപോലെ എഴുതി കൊടുക്കും. ഈ കണ്ണിൻ്റെ അകത്ത്, താഴെയല്ല അകത്ത്, അതെഴുതി കൊടുക്കും. ആൻഡ് പിന്നെ ഇച്ചിരി മുകളിലും. എന്നിട്ട് താഴെ ജസ്റ്റ് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട്, അത്രേ ഉള്ളൂ, നോട്ട് മോർ ദാൻ ദാറ്റ്. പിന്നെ ഈ കണ്ണും അതേപോലെ തന്നെ കണ്ണിത്തിരി വിടർന്നിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ, എനിക്കങ്ങനെ തോന്നാറുണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ ടിപ്പ് മാത്രം ഒന്ന് മുകളിൽ എന്നിട്ട് ഇവിടെ ലൈറ്റായിട്ട്, ജസ്റ്റ് ലൈറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ടു മച്ച്. അപ്പം എൻ്റെ കണ്ണ് ആയി. പക്ഷേ ഈ കൺമഷി എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല പോലെ വേർത്തിട്ട് എനിക്ക് പിന്നെ കൺമഷി മൊത്തം പടരും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഡിയോയിലൊക്കെ കിട്ടിയ ഒരു പാലറ്റാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. വലിയ വിലയൊന്നുമില്ല, എനിക്ക് ഒന്ന് 199 എങ്ങാണ്ടേ ഉള്ളൂ. ഐ യൂസ് ഇറ്റ്. അങ്ങനെ ഐ ഷാഡോ ആയിട്ടല്ല ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ഇവിടെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. കോർണേഴ്സ്, ഈ കോർണർ ഒന്ന് ചെയ്ത് കൊടുക്കും. അതേ ഇത് വെച്ച് താഴെ ഒന്നിങ്ങനെ ഞാൻ യൂസ് ചെയ്ത ഈ ടോണാട്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ മറ്റേ കണ്ണും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും ഞാൻ. അങ്ങനെ എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടമല്ല. സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അതൊക്കെ ഞാൻ ആ ബ്രഷ് വെച്ച് ഒന്ന് എന്നിട്ട് ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡുണ്ട്, ദാറ്റ് ഇസ് ദിസ് ഷെയ്ഡ്. ഇത് ഞാൻ എടുത്തിട്ട് ഇത് ഞാൻ ഓൾ ഓവർ ദി ഐലൈറ്റ് അങ്ങ് നടുക്ക്, മെയിനായിട്ട് നടുക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതേ തന്നെ എൻ്റെ മറ്റേ കണ്ണിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. എൻ്റെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കും. ഇനിയിപ്പം ഈവനിങ് പാർട്ടിക്കൊക്കെ പോകുന്നെങ്കിൽ
കുറച്ച് ഹൈലൈറ്റർ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇവിടെ മാത്രം ഇങ്ങനെ ഈ കണ്ണിൻ്റെ മുകളിൽ പിന്നെ മൂക്കിൽ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഹൈലൈറ്റർ കാണിച്ചു തരണം. എൻ്റെ കയ്യിൽ ഹൈലൈറ്റർ ഇരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഇതാട്ടോ അതിൻ്റെ ഹൈലൈറ്റർ. അപ്പോൾ അഥവാ പാർട്ടിക്കൊക്കെയാണ് പോകുന്നെങ്കിൽ ഇതിൻ്റെ വൈറ്റ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഐബ്രോയുടെ താഴെ ഒന്ന് ചെയ്ത് കൊടുക്കും, ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കാനായിട്ട്, ഐബ്രോനെ ബ്രൈറ്റൻ അപ്പ് ആക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. That's what I do. പിന്നെ അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും, ഒരുപാട് ഹൈലൈറ്റർ വേണ്ട. ഓക്കെ, പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറ് നമുക്ക് ഹൈലൈറ്റർ വേണം എന്ന് വിചാരിക്കുന്ന, ഇപ്പം ഇതിന് നല്ലൊരു ഷൈനുണ്ട്. ഞാൻ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മൂക്കിൽ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി, കുറച്ച് ചിന്നിൽ പിന്നെ ചീക്സിൽ ചെയ്യാൻ മുമ്പ് there is one more thing I should be doing. എൻ്റെ ലിപ്സ്റ്റിക്, ഹൗ ഡിഡ് ഐ ഫർഗെറ്റ് മൈ ലിപ്സ്റ്റിക്. അപ്പം ഞാനിത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ബ്രൗൺ കളർ ടിൻറ്റ് വരുന്ന ഒരു പെൻസിൽ കളറാണ് ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ആദ്യം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ദെൻ വാട്ട് ഐ ഡു ഇസ്, എൻ്റെ കയ്യിൽ എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചു വെച്ചതാ. ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെവ്ലോണിൻ്റെ ആണെന്ന് തോന്നുന്നു, നോക്കേണ്ടി വരും. ലോറിയലിൻ്റെ ആട്ടോ, സോറി, ലോറിയലിൻ്റെ ആണ് ഇത്. ലോറിയലിൻ്റെ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഇത്തിരി പിങ്ക് ഷെയ്ഡാണ്. ഇത് മേബിലീനാണ്, മേബിലീൻ ന്യൂയോർക്കിൻ്റെ ആണ് ഈ ഷെയ്ഡ്. മേബിലീൻ ഞാൻ ഇന്നിപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് 225 എന്ന് പറയുന്നത് ഡെലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇതിൻ്റെ അറ്റമൊക്കെ പൊട്ടിപ്പോയി, പക്ഷെ കൈ കണ്ടിങ്ങനെ I blended. So this is what I use. ഇന്നിപ്പോൾ മേബിലിൻ്റെ ആണ് യൂസ് ചെയ്തത്. കൂടുതൽ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഇഷ്ടം. കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനാണ് അതും ഇഷ്ടം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് ആക്ച്വലി ഭയങ്കര ക്രീമിയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡ്രൈ ആവും കേട്ടോ. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ നല്ലപോലെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഇരിക്കും. ലിപ്സ് കണ്ടോ? ഈ ഷെയ്ഡ് നമുക്ക് തോന്നും ഭയങ്കര ലൈറ്റാണ്, പക്ഷെ ഭയങ്കര നല്ല ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇങ്ങനെ ഇടും.
എന്നിട്ട് ഇതൊന്ന് ചെറിയ ബ്ലഷ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ വേറെ ബ്ലഷൊന്നും യൂസ് ചെയ്യാറില്ല. ഏതാണോ നമ്മൾ ഇടുന്നത് ഇത്തിരി കൂടിപ്പോയി, ഏതാണോ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത് അതിൻ്റെ തന്നെ ഇത്തിരി ഒന്ന് ബ്ലഷ് ഇടും. ദിസ് ഈസ് ഹൗ ഐ യൂസ് മൈ ബ്ലഷ്. അല്ല, ദിസ് ഈസ് ഹൗ ഐ പുട്ട് ബ്ലഷ് ഓൺ മൈ സെൽഫ്. സോ ഇതാണ് എൻ്റെ എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം സപ്പോസ് ഗോയിങ് ഫോർ എ പാർട്ടി, നമുക്ക് നൈറ്റ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഡേ പാർട്ടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ഇതിൻ്റെ തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്തില്ല, അതൊന്ന് ചെറുതായിട്ട് ഇവിടെ ഒന്ന് കൈ കൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്ന. ഇതൊക്കെ നിങ്ങൾ ഇത്ര പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരൊക്കെ ഇത് തന്നെ കുറ്റം പറയുമായിരിക്കും. പക്ഷെ ഐ ഫൈൻഡ് മൈ ഫിംഗേഴ്സ് ബ്ലെൻഡിങ് മോർ ഈസിലി. എനിക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഈ ചീക്ക് ബോൺസ്, നമ്മുടെ ഏറ്റവും ടോപ്പ് പാർട്ടുണ്ടല്ലോ, ലൈറ്റ് അടിക്കുന്ന പാർട്ട്, ആ ലൈറ്റ് അടിക്കുന്ന പാർട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ചെയ്യാറുണ്ട്, ഇവിടെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെയും ടോപ്പ് പാർട്സ് ഉണ്ടല്ലോ നമ്മുടെ, ഇവിടെയും എവിടെയാണോ ലൈറ്റ് അടിക്കുന്ന അവിടെ പൊങ്ങിയിരിക്കുന്ന പാർട്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം മേക്കപ്പ് ഇസ് ഡൺ. സി, കണ്ണെങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? പുരുകം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ചെറിയൊരു പൊടിക്കൈക്കൊക്കെ ഇതൊക്കെ മതിയല്ലേ? പിന്നെ പ്രൊഫഷണലായിട്ടൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മേ ബി നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇതൊക്കെ ചെയ്യാം. പക്ഷെ ജസ്റ്റ് ഒരു വീട്ടിലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കല്യാണത്തിന് പോകാനോ ഒക്കെ നമുക്ക് ഇത്രയൊക്കെ പോരെ. Oh my God. So I feel this is real. Oh, the kind of it. Okay. So I feel this is good enough, and എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആയാലും ഇച്ചിരി മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും ഐ ഫീൽ ഗുഡ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. എൻ്റെ വീഡിയോ ബോറായിരുന്നോ? മേക്കപ്പ് ബോറാണോ? നിങ്ങൾക്കത് ഇഷ്ടമായോ? ഇങ്ങനെയൊക്കെ നിങ്ങളാരെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ബിക്കോസ് എൻ്റെ ചാനൽ വളരണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ സൂൺ. എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ.